ജ്യോതിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴേ വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരങ്ങളൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ എതിരാളിയെ കൗണ്ടർ അടിക്കാനുള്ള ഒരു കോമഡിയൊക്കെ അടിച്ചാണല്ലോ പറയുക. സിൻഡിക്കേറ്റിൽ നിന്ന് കിട്ടിയൊരു ട്രെയിനിങ് ആണോ ഇത്? സിൻഡിക്കേറ്റിൽ നിന്ന് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു 100%. അല്ലേ? സെനറ്റും സിൻഡിക്കേറ്റും എന്ന് പറഞ്ഞാൽ അതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. ഒരാളെ സംബന്ധിച്ച് നന്നായി പെർഫോം ചെയ്ത് അയാളുടെ വ്യക്തിത്വം തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് സെനറ്റും പ്രസിഡന്റും ഏറ്റവും പറഞ്ഞ ഒരു തർക്കമില്ല. അവിടെ ഞാനിപ്പോഴും പറയുന്നു, മന്ത്രിമാർക്ക് പോലും ഒരു പക്ഷേ ആദ്യം ട്രെയിനിങ് കൊടുക്കേണ്ടത് സിൻഡിക്കേറ്റ് മെമ്പറായിട്ടാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലാണ് കിട്ടുന്നത്. ഇത് മന്ത്രിയാവാനുള്ള ട്രെയിനിങ് ആണെന്നാ പറഞ്ഞത്. അതിനുള്ള എനിക്ക് മന്ത്രിയാവാനായി. അങ്ങനെയാണോ ജ്യോതി പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, കേന്ദ്രത്തിൽ ഇവിടെ പറ്റില്ല. അത് കേന്ദ്രത്തിലേ ഉള്ളൂ, ഇവിടെ സാധ്യതയില്ല. അപ്പൊ കേന്ദ്രത്തിൽ നിലവിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ജ്യോതി ഒരു കേന്ദ്രത്തിലേക്ക് MP ആയിട്ട് മത്സരിച്ചാൽ, ഇന്ത്യ മുന്നണി കേരളത്തിൽ വന്നാൽ വസീഫ് എന്തായിരിക്കും ജ്യോതികുമാറിനെ കുറിച്ച് പറയുക? കേന്ദ്രമന്ത്രി എന്നുള്ള നിലക്ക് നമ്മൾ ഇന്ത്യ മുന്നണി ആയിട്ട് അല്ല അരുൺകുമാർ, അതെ വസീഫും അങ്ങനെ മോഹിച്ചിട്ട് എന്താ ഇപ്പൊ അടുത്തൊന്നും പറ്റില്ല. അല്ല, എളുപ്പത്തിൽ തന്നെ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ED സതീശനോടാണ് രാമക്കാലം ജ്യോതി സൂചിപ്പിച്ചത്, ഞാൻ റെഡിയാണ്, ഞാൻ പാകമായി, എന്നെ കെട്ടിച്ചുവിടാൻ സമയമായി എന്ന് പറഞ്ഞതുപോലെ ഞാൻ മന്ത്രിയാവാനുള്ള പരിപാടിയായി. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആയിരുന്നവരാണ് പിന്നീട് പലരും മന്ത്രിമാരായിട്ടുള്ളത്. അത് M. വിജയകുമാർ ഉൾപ്പെടെ ഇപ്പോൾ ഇരിക്കുന്ന സജി ചെറിയാൻ ഉൾപ്പെടെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. സീനിയോറിറ്റി അവകാശപ്പെടുകയാണ്. പക്ഷെ അതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അടുത്ത കാലഘട്ടത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇവിടെ ഇല്ല, വേണ്ടത്ര പരിചയമുണ്ട്, സാധ്യതയില്ലാന്ന് പറയുന്നത്. അല്ല, ഞാനത് അരുൺകുമാറിനെ പറഞ്ഞാൽ അരുൺകുമാറിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പലപ്പോഴും അരുൺകുമാർ എന്നെ കുറിച്ച് വ്യക്തിപരമായി പറയാനുള്ളതാണ്. ചെറിയ സംശയമായിരുന്നു കേട്ടോ. ഈ കൊട്ടാരക്കരയില് ജ്യോതിച്ചേട്ടൻ സിൻഡിക്കേറ്റ് ആയത് ആരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. സാധാരണ സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒക്കെ നന്നായിട്ട് ബോർഡുകൾ, ആശംസാ ബോർഡുകൾ. കൊട്ടാരക്കര നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അല്ല, എന്റെ സ്ഥലം കൊട്ടാരക്കരയല്ല, അഞ്ചലാണ്. പത്തനാപുരം കേരളത്തിലാകെ. എങ്ങനെയെങ്കിലും നാട്ടുകാരെ അറിയിച്ച് KN ബാലഗോപാലിനെ ഒന്ന് തോൽപ്പിക്കണം എന്നുള്ളൊരു സൈലന്റ് ആയിട്ടുള്ള പ്രചരണം. കൊട്ടാരക്കര വന്ന് മത്സരിക്കണമെന്നാണോ വസി പറഞ്ഞത്? എവിടെ നിന്നാലും ഞങ്ങൾക്ക് സേഫാ.